ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആൻഡ് സോറി, ഞാൻ കുറച്ച് ദിവസം റെഗുലർ ആയിരുന്നില്ല, ഫുൾ റീഡിങ്സ് ചെയ്യാൻ ഇട്ടിട്ടില്ല. ഓക്കെ, ഇനി തൊട്ട് ബാക്ക് ടു നോർമൽ. ഓക്കെ, ബാക്ക് ടു നോർമൽ നിങ്ങൾക്ക് പറ്റുന്നത്ര. ആക്ച്വലി കുറച്ചുകൂടി നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് ടോപ്പിക്സ് ഓരോന്നോരോന്ന് ആലോചിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വീക്ക്ലി വൺസ് എന്തെങ്കിലും അങ്ങനത്തെ സ്പെഷ്യൽ വീഡിയോസ് കൂടി ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ റീഡിങ്സ് ബുക്കിംഗ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി സ്റ്റാർട്ടായി. ഞാൻ അനൗൺസ് പറഞ്ഞിരുന്നു. കുറച്ച് പേരിൽ നമ്പർ ഉണ്ടായിരുന്നവർ ഓൾറെഡി ചോദിക്കാൻ തുടങ്ങി. സോ അങ്ങനെ ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റീഡിങ്സ് ഇപ്പം തന്നെ 2-3 ദിവസത്തെ മുന്നോട്ട് പോയി കഴിഞ്ഞു. അടുത്ത ആഴ്ചയ്ക്ക് ഉള്ള ബുക്കിങ്സ് തുടങ്ങി. നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വീഡിയോയിൽ കൊടുക്കാം, അല്ലെങ്കിൽ താഴെ കൊടുക്കാം. നമ്പർ ഒരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഇനി അതിൽ കോൺടാക്ട് ചെയ്യാൻ തന്നെ, കാരണം എൻ്റെ ഇപ്പോൾ ഉള്ള ഫോണും അത്ര ശരിയല്ല. സോ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ബുക്കിങ്സ് വെയിറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് തരാം. ആൻഡ് ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ തൽക്കാലം ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഗൈഡൻസ് മെസ്സേജ് എടുക്കുകയാണ് ജസ്റ്റ്. അതെ, ഇന്നത്തെ റീഡിങ് ജനറൽ റീഡിങ്ങിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് ഈ വരാൻ പോകുന്ന ആഴ്ച, ഓക്കെ, ഈ വീക്ക്, ഈ മൺഡേ തൊട്ടുള്ള, ഇതിപ്പോൾ എന്താ ഡേറ്റ് 6th അല്ലേ? ഓക്കെ, 6th തൊട്ടുള്ള ഈ വീക്ക് നിങ്ങൾക്ക്, ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഓക്കെ, 2025 തുടക്കം എല്ലാവരും അത്രയ്ക്ക് ഞങ്ങൾ വിചാരിച്ച പോലെ വലിയ ഒരു എനിവേ, അത് സ്റ്റാർട്ടിങ് അല്ലേ ആയുള്ളൂ. നമുക്കിനി മുന്നോട്ട് കിടക്കുന്നുണ്ട് സമയം. ഓക്കെ, സോ ലെറ്റ്സ് സീ ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം. നമുക്ക് ജനറൽ റീഡിംഗ് ഗൈഡൻസ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഈ വീക്ക് എന്ത് നടക്കാനാണ് സാധ്യത എന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ 6 of Cups കാണുന്നുണ്ട്, പേജ് ഓഫ് വാൻഡ്സ്, 8 of Swords, 7 of Wands and 8 of Cups ഉണ്ട്. ഓക്കെ, എന്താണ് 6 of Cups വരുന്നത്, എന്തിനെ കുറിച്ചാണ്? 5 of Pentacles. ഓ വാവ്, പേജ് ഓഫ് വാൻഡ്സിന് Ace of Wands വന്നിട്ടുണ്ട്. വെരി ഗുഡ്. 8 of Swordsന് പേജ് ഓഫ് Pentacles, 7 of Wands, 7 of Cups ഉണ്ട്. മാച്ച് ആയിട്ടാണ്. 8 of Cups and 2 of Pentacles. ഓക്കെ, ഓക്കെ, ഇവിടെ ആദ്യം തന്നെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഓഫേഴ്സ് വരാനുള്ള സാധ്യതയാണ്. ഓഫർ എന്ന് പറയുമ്പോൾ ഇത് ചിലവർക്ക് ജോലിയുടെ ഓഫർ ആയിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓഫർ ആയിരിക്കാം. ഫ്രണ്ട്ഷിപ്സ്, അതായത് ആരെങ്കിലും പുതിയ ഫ്രണ്ട്സ് നിങ്ങൾ പരിചയപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഓൾറെഡി കണക്റ്റഡ് ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ചില റിലേഷൻഷിപ്പിൻ്റെ, ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ കുറച്ചുകൂടി അടുപ്പം തോന്നാൻ, ആരെങ്കിലും നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് പേർക്ക്. പക്ഷേ കരിയറിൽ, ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ അങ്ങനെ വരുന്ന കാര്യമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷേ ഒരു ചെറിയ ഡെവിൾ എനർജി ഉണ്ട്. ഡെവിൾ എനർജി ഇതിവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലെ ഒരു നെഗറ്റീവ് തോട്ട്സിൻ്റെ കാര്യമാണ്. ഓക്കെ, ഇവിടെ കാരണം ഇവിടെ കൺഫ്യൂഷൻ വീണ്ടും കാണുന്നുണ്ട്, ഞാൻ പറയാം. ഓക്കെ, ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. 6 of Cups ഉണ്ട്. ഓക്കെ, 6 of Cups പറയുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം. ഓക്കെ, ഫ്രണ്ട്ഷിപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഫോക്കസ് കാണുന്നുണ്ട് ഈ ഒരാഴ്ച. ഫ്രണ്ട്ഷിപ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് മീറ്റിംഗ്, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക, പഴയ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ഇരിക്കുന്ന പോലെ. കാരണം ഇവിടെ നഷ്ടത്തിൻ്റെ കാര്യം കാണുന്നുണ്ട്. 5 of Pentacles, പാസ്റ്റ്, നമ്മുടെ നഷ്ടങ്ങൾ എന്നാണ് പറയുക. സോ എന്തൊക്കെയോ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്ന ഒരു സമയമായിട്ട്, മേ ബി കഴിഞ്ഞു പോയ വർഷത്തിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. നഷ്ടപ്പെട്ട ബാല്യം എന്നും പറയാം, ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാലങ്ങൾ, അങ്ങനെ ചില നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ലൈഫിൽ നിന്ന് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ചില ഓർമ്മകൾ, ഓർക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ചില നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരാഴ്ച. എന്തോ ഒരു നൊസ്റ്റാൾജിക് മൂഡിലാണ്. മേ ബി ഈ ഒരു ന്യൂ ഇയർ തുടങ്ങിയ ശേഷം ഐ തിങ്ക് ഒരുപാട് പേര് ആദ്യം ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഐ തിങ്ക് എവിടേക്കോ ചില ഒരു ബ്ലോക്കേജസ് എല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്.
പേഴ്സണലി ഞാൻ സംസാരിക്കുന്ന ആൾക്കാരിൽ നിന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. സോ ഒരു മേ ബി ഇൻ ഫ്യൂച്ചർ എന്താവും എന്നുള്ള ഒരു ആങ്സൈറ്റി ആയിരിക്കാം നമുക്ക് എല്ലാവർക്കും, അല്ലേ? അങ്ങനെ ആയിരിക്കാം. കാരണം ഇപ്പോൾ തുടക്കം ഓക്കെ വലിയ സ്റ്റൈലിൽ 2025 തുടങ്ങി, പക്ഷേ എന്താണ് മുന്നോട്ട് എന്നുള്ള ഒരു ഡൗട്ടായിരിക്കാം. കാരണം ഇവിടെ പേജ് ഓഫ് വൺസ് ഉണ്ട്. നിങ്ങൾ ചില ഐഡിയാസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ആക്ച്വലി വളരെയധികം സക്സസ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയതായിട്ട് തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഓഫേഴ്സ് വരുവാണെങ്കിൽ, ജോലിയുടെ ഓഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ആണ്. മുമ്പ് എന്തെങ്കിലും ഇപ്പോൾ നഷ്ടപ്പെട്ടത്, ഇപ്പോൾ ജോലിയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടും. ഓക്കെ, ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചിലവർ ഫ്രണ്ട്ഷിപ്സ് പുതിയ ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ പാസ്റ്റ് ഫ്രണ്ട്ഷിപ്സ് തന്നെ വീണ്ടും റീബിൽഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. കുറച്ച് പേർക്ക് നിങ്ങൾ ഐഡിയാസ് യൂസ് ചെയ്ത് എന്തെങ്കിലും മുന്നോട്ട് നല്ല കാര്യങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ നല്ലോണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് വൺസ് നമ്മൾ പുതിയ തുടക്കങ്ങൾ എന്ന് തന്നെയാണ് പറയാം. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഐഡിയാസ് യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുക. അതിപ്പോൾ ഐഡിയ എന്ന് പറയുമ്പോൾ എന്തിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ നല്ല ബുദ്ധി ഉപയോഗിച്ച് ഐഡിയ യൂസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അത് സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പാസ്റ്റിലെ കാര്യങ്ങളാണ്. പാസ്റ്റിലെ നഷ്ടങ്ങൾ, പാസ്റ്റിലേക്ക് നമ്മൾ കൂടുതൽ ചിന്ത പോവുക. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഐ തിങ്ക് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പ്രശ്നം. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്, പക്ഷെ മേ ബി നിങ്ങളത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ആ അവസരങ്ങളെടുത്ത് നിങ്ങൾ മുന്നോട്ട് ഫോക്കസ് കൊടുക്കുക. ഇനിയിപ്പോൾ എനിക്ക് അതേ പറയാനുള്ളൂ. ഓക്കെ, നിങ്ങൾ മനസ്സിനെ ബാക്കിലേക്ക് കൂടുതൽ വിടാതിരിക്കുക. ഓക്കെ, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഒരുപാട്. ഓക്കെ, ഇത് പറയാൻ എളുപ്പമാണെന്ന് മാത്രമല്ല ആക്ച്വലി സാധിക്കും ചെയ്യാൻ. ഇതിനുള്ള സ്റ്റെപ്സൊക്കെ ഞാൻ ഇടയിലിടയിൽ ഇനിയിപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കണം, ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. എനിക്ക് അതിനനുസരിച്ച് ഓരോ വീഡിയോസായിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കാം. സെൽഫ് ലവ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ബട്ട് ഐ തിങ്ക് നിങ്ങളോടുകൂടി ഞാൻ മാക്സിമം ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. സോ ഇവിടെ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിലേക്ക് നിങ്ങൾ പോവാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, നടക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ. ഓക്കെ, ബട്ട് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളുടെ തന്നെ മനസ്സാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. ഞാൻ അത് തന്നെ പറഞ്ഞ പാസ്റ്റിലേക്ക് കൂടുതൽ പോവാതിരിക്കാം. ഓക്കെ, നഷ്ടപ്പെട്ടത് അങ്ങോട്ട് പോയിക്കോട്ടെ. ഓക്കെ, അത് നിങ്ങൾക്ക് വേറെ നല്ലത് വരുത്താനാണ് എന്ന് നിങ്ങൾ വിശ്വാസം വയ്ക്കുക എപ്പോഴും. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ഇതും ഓപ്പർച്യൂണിറ്റിയുടെ കാര്യമാണ്. ഇതും ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് മണി ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾക്ക് മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് പറയാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാനും നിങ്ങളുടെ ലൈഫിലേക്ക് മണി എന്തെങ്കിലും തരത്തിൽ ഏർണിംഗ് ഉള്ള വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാണ്. പക്ഷെ നിങ്ങളെ തടയുന്നത് അഗെയിൻ നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. 8 ഓഫ് സോർട്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ നിങ്ങൾ തന്നെ അവനവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ തോന്നലാണ് എനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചാൽ നടക്കില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തു പറയും, ഞാൻ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്താവും, അങ്ങനെ ഇതെല്ലാം നിങ്ങളുടെ ചിന്തകളാണ്. എങ്ങനെ ഞാൻ ചെയ്യും, എങ്ങനെ ഞാൻ പോവും, അങ്ങനെ ഓരോന്നും ലൈക്ക് നിങ്ങൾ തന്നെ എന്താ പറയുക, ഓരോ റീസൺ എക്സ്ക്യൂസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, എനിക്ക് ഇന്ന ജോലി എടുക്കണം. ഓക്കെ, ബട്ട് ആ ജോലിക്ക് ഞാൻ ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് അത് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓരോന്നും നിങ്ങൾ തന്നെ ആലോചിച്ച് കൂട്ടി നിങ്ങൾ തന്നെ ബ്ലോക്കേജസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, മൈൻഡിൻ്റെ തോട്ട്സ് ആണിത്. ആ തോട്ട്സിൻ്റെ ബ്ലോക്കേജസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ഇല്ലാത്ത കൂടി ചിന്തിച്ച് കൂട്ടുകയാണ് വെറുതെ. ഓക്കെ, മാത്രമല്ല നിങ്ങൾ എവിടേക്കും നിങ്ങൾ തന്നെ അവനവനെ തടഞ്ഞു നിർത്തുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഏസ് ഓഫ് വൺസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെ നല്ല ബിഗിനിങ് വരാനുള്ളതാണ് നിങ്ങൾക്ക്. പക്ഷെ തടഞ്ഞു വെക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടി നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടണം. എളുപ്പമല്ല. ഓക്കെ, ഇതിവിടെ എഫേർട്ട് ഇടണം എന്നുള്ള കാര്യമാണ് 7 ഓഫ് വൺസ് നമ്മൾ പറയാറുള്ളത്. നമുക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക, അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിന് നിങ്ങൾ തന്നെ ഉറച്ചു നിന്ന്. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇന്ന് ന്യൂ ഇയറിന് നമ്മൾ തീരുമാനം എടുത്തു. ഓക്കെ, ഞാൻ ഈ മാസം മുഴുവൻ അല്ലെങ്കിൽ ഈ വർഷം മുഴുവൻ ഈ മാസം മുഴുവൻ ഞാൻ കൃത്യമായിട്ട് രാവിലെ ഇന്ന സമയത്ത് എണീക്കും, എക്സസൈസ് ചെയ്യും, പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങളൊരു റൊട്ടീൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ഒരു 2 ദിവസം ചെയ്ത് 3-ാമത്തെ ദിവസം നിങ്ങൾ വിട്ടുകളയും. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ തീരുമാനിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഓക്കെ, ഉറച്ചു നിന്ന് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയണം. നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആവാൻ വിടരുത് നിങ്ങൾ. ഓക്കെ, ഇത് നമ്മൾ ഓപ്ഷൻസിൻ്റെ കാര്യമാണ് പറയുക. 7 ഓഫ് കപ്സ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നു. നിങ്ങളുടെ മുമ്പിൽ പല ഓപ്ഷൻസും വരികയാണ്. അപ്പം നിങ്ങൾ ഡിസ്ട്രാക്ട് ആയിട്ട് പോവുക. ഓക്കെ, എനിക്ക് അത് വേണം, ഞാൻ അങ്ങോട്ട് ചെയ്യണോ, ഇങ്ങോട്ട് ചെയ്യണോ, ഇതെടുക്കണോ, അതെടുക്കണോ എന്നുള്ള പല തരത്തിലുള്ള ചിന്തകൾ. ഓക്കെ, ഞാൻ ഇത് ചെയ്താൽ ശരിയാവോ, ഇല്ലെങ്കിൽ ഓക്കെ വേണ്ട, വേറെ എന്തെങ്കിലും എടുത്ത് ചെയ്യണോ, അങ്ങനെ നിങ്ങൾ ആലോചിച്ച് സത്യം പറഞ്ഞാൽ നിങ്ങൾ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ തന്നെ
ഡിസ്ട്രാക്ട് ആയിട്ട് അവനവനെ ഡിസ്ട്രാക്ട് ആയിട്ട് പോവുകയാണ്, നിങ്ങളുടെ മൈൻഡ് തന്നെ ബ്ലോക്ക് ആവുകയാണ് അവിടെ. ഓക്കെ, സോ ഈ ഒരു ഡിസ്ട്രാക്ഷനിൽ നിങ്ങൾ തീരുമാനിക്കുക, ഇതിൽ നിന്ന് ഒന്നിനെ ഫോക്കസ് കൊടുക്കാം, ഒറ്റ കാര്യത്തിന് ഫോക്കസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം ഓക്കെ. ആക്ച്വലി ഞാൻ ഇന്ന് കേട്ടൊരു ഇതായിരുന്നു, 21 ദിവസത്തെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. 21 ദിവസം നിങ്ങളൊരു കാര്യം ചെയ്താൽ ഓക്കെ, നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ശീലമായിട്ട് മാറും എന്നാണ് പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു രാവിലെ എണീക്കില്ല, 5 മണിക്ക് 6 മണിക്ക് ഞാൻ പോട്ടെ 5 എന്ന് പറയുന്നില്ല, 6 മണിക്ക് ഞാൻ എഴുന്നേക്കാൻ തീരുമാനിക്കണം. എനിക്ക് 6 മണിക്ക് എഴുന്നേക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ട് കറക്റ്റ് 21 ദിവസം എനിക്ക് അതിന് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഏൽപ്പിച്ച് വയ്ക്കുക, ഫ്രണ്ട്സിനെ ആരെങ്കിലും ഏൽപ്പിക്കുക, വീട്ടിൽ ആരെങ്കിലും ഹസ്ബൻഡോ വൈഫോ മക്കളോ ആരോടെങ്കിലും പറയുക, എന്നെ വെള്ളം എൻ്റെ മുഖത്ത് ഒഴിച്ചിട്ടായാലും ശരി എന്നെ എണീപ്പിച്ചിരിക്കണം, എന്നെ ഉന്തി തള്ളി എണീപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് ഏൽപ്പിച്ച് നിങ്ങളൊരു 21 ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 6 മണിക്ക് അലാറം അടിച്ച ഉടനെ നിങ്ങൾ എഴുന്നേക്കുക. ഓക്കെ, എന്താ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടക്കരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ 21 ഡേയ്സ് നിങ്ങൾ ചെയ്യാമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ലൈഫ് ലോങ് ഒക്കെ വിടും, ബാക്കി കാര്യങ്ങളൊക്കെ വിടും. 21 ദിവസം മാത്രം ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിറങ്ങിയാൽ ഓക്കെ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 22ാമത്തെ ദിവസം ശരിക്കും നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് അത് ചെയ്യും. ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു, 21 ദിവസം പോകാൻ തീരുമാനിച്ചാൽ മതി, അത്ര മതി. ഓക്കെ, ബാക്കി നീ അല്ല ഞാൻ 6 മാസം ചെയ്യും, 1 വർഷം ചെയ്യും, അങ്ങനെയൊന്നും വേണ്ട. 21 ദിവസം ഓൺലി 21 ഡേയ്സ് ഞാനത് ചെയ്യാം എന്ന് തീരുമാനിക്കും. കാരണം എന്താ അറിയോ, അപ്പം നമ്മുടെ മേലെയും പ്രഷറില്ല. ഓക്കെ, ഒരുപാട് പ്രഷറില്ല. ഓക്കെ, 21 ദിവസമല്ലേ, നോക്കാം, ട്രൈ ചെയ്യാം എന്നെങ്കിലും നമുക്ക് തോന്നും അല്ലേ. സോ 21 ഡേയ്സ് നിങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിക്കുക. ആ ഒരു സ്റ്റാർട്ട് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ വേണം, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് തീരുമാനിക്കുക. നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് വരും, എന്തായാലും യൂണിവേഴ്സ് അങ്ങനെ തരും നിങ്ങൾക്ക്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പം എന്താണോ ആവശ്യം, അത് നിങ്ങളൊന്ന് തീരുമാനം എടുക്കുക. കാരണം ഇത് തീരുമാനം എടുക്കുന്ന കാർഡാണ് 2 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആയിട്ട് പോവാണ്, ഡൈവേർട്ട് ആയിട്ട് പോവാണ്, എന്തിലേക്ക് ഫോക്കസ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഏത് കാര്യം നിങ്ങൾക്ക് ശരിയായി നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മൈൻഡ് ഫോക്കസ് നിങ്ങൾ ഒന്നിലേക്ക് കൊണ്ടുവരാം, ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവരാം. എഴുതി നോക്കുക, ബുക്കിൽ എഴുതാം. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് മെത്തേഡ്സ് ഉള്ളത്. ബുക്കിൽ എഴുതുക, നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 10 കാര്യം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, 10 കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് ഇന്ന കാര്യം വേണോ, വേണ്ടാത്ത നിങ്ങൾക്ക് ഓക്കെ ഇപ്പോൾ പറ്റില്ല തോന്നുന്ന 5 എണ്ണത്തിന് ആദ്യം കട്ട് ചെയ്യുക, പിന്നെ ബാക്കി 5 എണ്ണത്തിൽ നിന്ന് വീണ്ടും ചിന്തിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് ഏതാ വേണ്ടത്, അങ്ങനെ കുറച്ച് കൊണ്ടുവരാം. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇവിടെ ചിലത് വിട്ടുപോകുന്നതോ ചിലത് വിട്ട് കളയുന്നതോ അല്ലെങ്കിൽ മാറിപ്പോകുന്നതിൻ്റെയോ ഒക്കെ ഡിസിഷൻസ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരാഴ്ച ഐ തിങ്ക് നിങ്ങൾ സമയമെടുത്ത് ആദ്യം നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരാനുള്ള മെയിൻ കാര്യമാണ് ഇവിടെ എനിക്ക് കാണുന്നത്. എന്തിൽ നിൽക്കണം, എന്ത് വിട്ട് കളയണം, അങ്ങനെയുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയമാണ്. എനിക്ക് പാസ്റ്റിൽ ജീവിക്കാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. പാസ്റ്റിനെ വിട്ട് മാറിപ്പോവുക, എനിക്കിപ്പോൾ അതേ പറയാൻ തോന്നുള്ളൂ. ഇത് നമ്മൾ പാസ്റ്റിലെ ചില നഷ്ടങ്ങൾ എന്നാ പറയുക, അതിനേക്ക് ഒന്ന് വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോവാം. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, അതിൽ നിന്ന് ഏത് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക, ഫോക്കസ് കൊടുക്കുക, അതിലെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാം. ഈ ഒരു 1 വീക്ക് ഐ തിങ്ക് നിങ്ങൾ പ്ലാനിങ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഐ തിങ്ക് പ്ലാനിങ്ങിനുള്ള സമയമായിട്ട് എടുക്കാം. ഈ ഒരു ഇനി മുന്നോട്ട് എന്ത് വേണം എന്നുള്ള ഒരു പ്ലാനിങ്ങിനുള്ള സമയമായിട്ട് നിങ്ങളെടുത്ത് ചെയ്യൂ. അഗെയിൻ ഇതിവിടെ ഡെവിൾ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് ആണിത്. ഓക്കെ, പേടികളായിരിക്കാം, നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം, നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്ന് ഇത് മൂവ് ഓൺ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ്. ഒന്നാമത്തെ കാര്യം ചിലവർക്ക് യാത്ര ആയിരിക്കാം, ഇതും നമ്മൾ യാത്ര എന്ന് പറയാം. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാനുള്ള കാര്യങ്ങളായിരിക്കാം. ചിലവർക്ക് എന്തെങ്കിലും മീൻസ് കൺട്രി വിട്ട് വേറെ എവിടേക്കെങ്കിലും പോവുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം, കുട്ടികളെ പറ്റിയിട്ടുള്ള കൺസേൺ ഉണ്ടാവാം. ഓക്കെ, ജസ്റ്റ് ഓർമ്മ വന്നപ്പോൾ ഞാൻ അതുകൂടി പറയുന്നു. കുറച്ച് പേർക്ക് കുട്ടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൺസേൺ ഉണ്ടാവാം നിങ്ങൾക്ക്. ഓക്കെ, അതും ബട്ട് ഐ തിങ്ക് ഓവർ തിങ്കിങ് ആണ് അതൊക്കെ. എല്ലാം നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കൂട്ടി ടെൻഷനായിട്ട് കാര്യമില്ല. ഓക്കെ, എനിവേ യാത്ര എന്ന് കാണുന്നുണ്ട് ഇവിടെ. ചിലവർക്ക് എന്തെങ്കിലും യാത്രകളെക്കുറിച്ചുള്ള ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ പോകാനുള്ള ഒരു മൂവിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, എനിക്ക് അവസരം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലിക്ക് വേണ്ടിയുള്ള ട്രാവലിംഗ് ആയിരിക്കാം, അതെപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ഇതൊക്കെ. പക്ഷേ ഇവിടെ മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പാസ്റ്റിൽ നിന്ന് മാറിയിട്ട് മുന്നോട്ട് വരാം. ഓക്കെ, ആൻഡ് ഇവിടെ പ്ലാനിങ്ങിൻ്റെ കാര്യം കാർഡ് കൂടി ഉണ്ട്, പ്ലാനിങ് ഉണ്ട്. എനിക്ക് അവസരങ്ങൾ വീണ്ടും പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് പെന്റിക്കിൾസ് എല്ലാം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരുന്നു എന്നാണ് കാണിക്കുന്നത്. ബട്ട് നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാണ് മുന്നോട്ട് പോകുന്നതിൽ നിന്ന്. എനിക്ക് ആദ്യം നിങ്ങളെ തന്നെ പോസിറ്റീവാക്കി എടുക്കാം, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങാം, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം. സോ ഓക്കെ,
ലെറ്റ്സ് സീ ഗൈഡൻസ് മെസ്സേജ് കൂടെ എടുക്കാം. ഐ തിങ്ക് ഞാൻ കുറേ ദിവസം ശേഷമാണ് ഇത്രയും ലോങ് ആയിട്ട് സംസാരിച്ചത്. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗൈഡൻസ് യൂണിവേഴ്സ് തരുന്നത് നോക്കാം നമുക്ക്. ലീഡർഷിപ്പ്, ഗുഡ്. ഇല്യൂമിനേഷൻ, ഇതും കൂടി വന്ന സ്ഥിതിക്ക് അബണ്ടൻസ്, വെരി ഗുഡ്. കമ്മ്യൂണിറ്റി, ന്യൂ ബിഗിനിങ്സ്, ഏസ് ഓഫ് വാൻഡ്സ് കാർഡ് എന്താണ് പറഞ്ഞത്, ഫോക്കസ്, യെസ്. സിംപ്ലിസിറ്റി എന്തിനാണോ, ഓക്കെ. ഓപ്പർച്യൂണിറ്റി, യെസ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് വരും. ഓക്കെ, ആൻഡ് അതും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വരുന്നത് ലീഡർഷിപ്പ് ആയിട്ട് എടുക്കാനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒരു ലീഡർഷിപ്പ് ലെവലിൽ എന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്ത് വലിയ പ്രൊമോഷൻ കിട്ടി മാനേജർ ആവണം അങ്ങനെയല്ല, ബട്ട് ഈവൻ മറ്റുള്ളവരെ കൂടി ഒരു പ്രചോദനം കൊടുക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു എന്താ പറയുക, മാതൃകയാവുക എന്ന് പറയില്ലേ. ഇതൊന്നും നിങ്ങൾ വലിയ തലത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട. ഒരു ഫാമിലി തന്നെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഇൻസ്പയർ ആവും, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇൻസ്പയർ ആവും. ഓക്കെ, അവർക്കും ഓക്കെ ശരിയാണ്, ചെയ്തെടുക്കാൻ സാധിക്കും, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ മറികടന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ അവരുടെ ചിന്ത വരും. അതന്നെ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെയും കൂടി ചേർത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ഇതിവിടെ ഇല്യൂമിനേഷൻ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, എല്ലാം ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ പല തിരിച്ചറിവുകളും വരുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഐ തിങ്ക് ഈ വീക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള സമയമാണ്, നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ വർഷം ഇനി മുന്നോട്ട് കുറച്ച് ഗോൾസ് വെക്കുക. അതും ലോങ് ടേം ഗോൾസ് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ 21 വെച്ച് പോകും. ആൻഡ് 21 ദിവസം നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഒരു ഹാബിറ്റ് നിങ്ങൾ ഫോം ആവും. അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് അത് ചെയ്യാൻ എളുപ്പം തോന്നും. നമുക്ക് 21 ദിവസമല്ലേ ശ്രമിക്കാം എന്നെങ്കിലും നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് വരും. ഓക്കെ, അത്ര ദിവസമല്ലേ വേണ്ടൂ എന്ന് തോന്നും. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആ 21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസം നിങ്ങൾ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതങ്ങനെയാണ് കേട്ടോ, ഫാക്റ്റാണ്, ഞാൻ പറയുന്നതല്ല, അങ്ങനെയാണ്. സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. ഓക്കെ, 6 മാസമൊക്കെ ചെയ്യുമ്പോഴേക്കും അവർ പറയുന്നത് എത്രയോ ഡേയ്സ്, 180 ഡേയ്സ്. അതെ, 21 ദിവസം ചെയ്താൽ ഹാബിറ്റ് ആവും എന്ന് പറഞ്ഞു. ആൻഡ് 180 ഡേയ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് പിന്നെ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ലൈഫിൽ നിന്ന് പോവില്ല അത്രേ. അങ്ങനെയാണ് അത്. ശരിക്കും ഒരു സയൻറ്റിഫിക്കലി ഒരു ഫാക്റ്റാണ്. ഞാൻ ഇന്ന് രാവിലെ കേട്ടറിഞ്ഞുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്യുന്നു. ഓക്കെ, എനിക്കറിയായിരുന്നു 21 എനിക്കറിയായിരുന്നു, 180 കൂടെ. ഓക്കെ, സോ അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 21 ഡേയ്സ് ഒരു പ്രാക്ടീസ് വെച്ച് നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഗോൾ ഫോക്കസ് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ഓക്കെ, ആൻഡ് ഇവിടെ അബണ്ടൻസ് കാണുന്നുണ്ട്. യെസ്, നിങ്ങൾക്ക് അബണ്ടൻസ് വരും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓപ്പർച്യൂണിറ്റീസ് വരും, നിങ്ങൾക്ക് അവസരങ്ങൾ വരും. അത് നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. കമ്മ്യൂണിറ്റി കാണുന്നുണ്ട്. നിങ്ങളോട് ഐ തിങ്ക് മേ ബി മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. സോ കമ്മ്യൂണിറ്റി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെയായിരിക്കാം, അങ്ങനെ പലതും പറയാം. ന്യൂ ബിഗിനിങ്സ്, യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലൈഫിൽ പുതിയ തുടക്കങ്ങൾ, ഏസ് ഓഫ് വാൻഡ്സ് നമ്മൾ കണ്ടിരുന്നു. നിങ്ങൾക്ക് നല്ല തുടക്കങ്ങൾ വരുന്നുണ്ട്, പക്ഷെ നിങ്ങളത് തടസ്സപ്പെടുത്തുന്നത് നിങ്ങളുടെ തന്നെ മൈൻഡാണ്. ഓക്കെ, അത് മാറ്റിയെടുക്കാം. സിംപ്ലിസിറ്റി എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, എനിക്ക് ഇവിടെ ഇത് പറയാൻ തോന്നുന്നത്, സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സിമ്പിളാക്കുക എന്നുള്ളതല്ല. എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ലൈഫിനെ വളരെ ഈസി ആയിട്ട് കാണും. എനിക്ക് എല്ലാം ഭയങ്കര സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എടുക്കണ്ട. നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള ഓരോ ദിവസമാണ്. ഓരോ ദിവസവും നമ്മൾ ഓവർകം ചെയ്ത് പോകണം, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. സോ അതിനുവേണ്ടി നിങ്ങൾ കുറേ ഇങ്ങനെ സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സ് സറണ്ടർ ചെയ്യുക. ദൈവം എന്താണോ എന്നെ ചെയ്യിക്കുന്നത് അതങ്ങനെ പോട്ടെ എന്ന രീതിക്ക് വിട്ടേക്കാം. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ വരുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാതെ. ഓക്കെ, സോ ഈ ഒരാഴ്ച ഐ തിങ്ക് നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സിൻ്റെ, നിങ്ങളൊന്ന് ഫോക്കസ് വെക്കുക കാര്യങ്ങളിൽ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ തീരുമാനിക്കുക ആദ്യം. ഓക്കെ, ഈ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആൻഡ് എല്ലാം നിങ്ങൾ പറയുമ്പോൾ ഒരു ദിവസം 10 ദിവസം കൊണ്ട് നടക്കുമെന്ന് വിചാരിക്കരുത്. അതിൻ്റെതായ സമയം എടുക്കും. ഓക്കെ, ക്ഷമയോടെ, ആക്ച്വലി ഇവിടെ പേഷ്യൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട്. ഓക്കെ, നിങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാം.
ഓക്കെ, ക്ഷമയോടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ചെയ്യേണ്ട വർക്ക് നമ്മൾ ചെയ്തുകൊണ്ട് പോവാം. എന്തെങ്കിലും അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല. നമ്മൾ ജെന്വിനായിട്ട് എഫേർട്ട് ഇട്ടാൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതിനുള്ള എഫേർട്ട് തീർച്ചയായിട്ടും ദൈവം തരും. ഓക്കെ, പേഷ്യൻസ് കൂടി കണ്ടോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, പേഷ്യൻസ് ആൻഡ് ഡിലിജൻസ് രണ്ടും ഉണ്ട്. പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് മാക്സിമം അതിന് ഫോക്കസ് കൊടുത്ത് എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും. ഇപ്പം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കാണും. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി ഇരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.